ശങ്കറിന്റെ അച്ഛൻ മരിച്ചതിനു ശേഷം എല്ലാ ചുമതലകളും അവന്റെ തലയിലായി. അതുകൊണ്ട് അവൻ പഠിപ്പ് നിർത്തി കൂലിവേല ചെയ്യാൻ തുടങ്ങി. ശങ്കറിന് ഒരു അനുജനുണ്ടായിരുന്നു, ശശാങ്ക്. ഇതാ നിന്റെ ഫീസിനുള്ള കാശ്. ഏട്ടാ, ഞാൻ സ്കൂളിലേക്ക് പോയേ തീരും. നീ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ കരുതി പഠിപ്പ് നിർത്തിയിട്ട് എന്തെങ്കിലും ജോലി ചെയ്തേക്കാമെന്ന്. എങ്കിൽ ഏട്ടനെ സഹായിക്കാമല്ലോ. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിന്റെ ചേട്ടൻ ഇപ്പോഴും ജീവനോടെയുണ്ട്. ഒരുപക്ഷെ നീയും പഠിച്ചില്ലെങ്കിൽ എനിക്ക് എന്റെ അച്ഛന്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ല. എന്നെക്കൊണ്ട് എന്റെ കുഞ്ഞനിയനെ പഠിപ്പിക്കാൻ കഴിയില്ലേ? നീ നന്നായി പഠിക്കുകയും നന്നായി സമ്പാദിക്കുകയും വേണം. മനസ്സിലായോ? ശരി ഏട്ടാ. ഏട്ടനെ എങ്ങനെയാണ് സഹായിക്കേണ്ടതെന്ന് ശശാങ്ക് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നു. എങ്ങനെ പണം സമ്പാദിക്കണം എന്നും. അമ്മേ, എനിക്കെന്തെങ്കിലും ജോലി ചെയ്യാനാവുമോ പണം സമ്പാദിക്കാനായിട്ട്? നീ എന്തിനാ ജോലി ചെയ്യുന്നത് മോനെ? ഏട്ടൻ ദിവസം മുഴുവനും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? എനിക്കും ഏട്ടനെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും നടക്കും. ഭഗവാൻ കനിഞ്ഞാൽ തീർച്ചയായും നിനക്ക് അവനെ സഹായിക്കാനാവും. പക്ഷെ ഇപ്പോൾ നീ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കണം. ബാക്കിയെല്ലാം ഭഗവാനോട് പ്രാർത്ഥിക്കണം. ശശാങ്ക് എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട്. ഭഗവാനെ, എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ്. എനിക്ക് എന്റെ ഏട്ടനെ എങ്ങനെയെങ്കിലും സഹായിക്കണം പ്ലീസ് ഭഗവാനെ. ഒരു ദിവസം ഭഗവാൻ ശശാങ്കിന്റെ പ്രാർത്ഥന കേട്ടു. ശശാങ്ക് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പോൾ അവൻ നദിയിലേക്ക് നോക്കി. നദിയിൽ ഒരു നായ്ക്കുട്ടി മുങ്ങിത്താഴുന്നു. ശശാങ്കിന് അതിനോട് ദയ തോന്നി. ഉടനെ ശശാങ്ക് വെള്ളത്തിലിറങ്ങി മുങ്ങിക്കൊണ്ടിരുന്ന നായ്ക്കുട്ടിയെ കരയിലേക്ക് കൊണ്ടുവന്നു. കൂട്ടുകാരാ, നീ ഇന്ന് നദിയിലേക്ക് പോകരുത്, ഇല്ലെങ്കിൽ നീ വീണ്ടും മുങ്ങിച്ചാകും. ആ നായ്ക്കുട്ടിയെ നദിക്കരയിൽ എടുത്തു വെച്ച ശേഷം ശശാന്ത് പോയി. അപ്പോൾ അവൻ നായ്ക്കുട്ടി കുരയ്ക്കുന്ന ശബ്ദം കേട്ടു. അവൻ തിരിഞ്ഞു നോക്കി. എന്തു പറ്റി കൂട്ടുകാരാ? ആ നായ്ക്കുട്ടിയുടെ വായിൽ ഒരു പാവക്കുട്ടി ഉണ്ടായിരുന്നു. ശശാങ്ക് നായ്ക്കുട്ടിയുടെ അടുത്തെത്തി. എന്താ ഇത്? ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ചു, അതിന് നീ എനിക്ക് സമ്മാനം തരാൻ നോക്കുകയാണോ? ശരി, ഞാൻ ഈ പാവക്കുഞ്ഞിനെ കൊണ്ടുപോയിക്കൊള്ളാം, പക്ഷേ നീ സൂക്ഷിക്കണം. ശശാങ്ക് ആ നായ്ക്കുട്ടി ഒന്ന് തടവിയ ശേഷം പാവക്കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് പുറപ്പെട്ടു. ശശാങ്ക് ഒരു വയലിന്റെ അടുത്തെത്തി. അവിടെ ശങ്കർ വേല ചെയ്തുകൊണ്ടിരുന്നു. ശങ്കർ ജോലിയിൽ മുഴുകിയിരുന്നു. ശശാങ്ക് ശങ്കറിനെയും കാത്തുനിന്നു. ശശാങ്കിന് ബോറടിക്കാൻ തുടങ്ങി. അവൻ പാവക്കുഞ്ഞിനോട് സംസാരിച്ചു. ഹലോ, നീ ഒരു മാന്ത്രിക പാവക്കുഞ്ഞായിരുന്നെങ്കിൽ നീ എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കുമായിരുന്നു. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, ഭക്ഷണം വേണം. നിനക്ക് എനിക്ക് വേണ്ടി ഭക്ഷണം തരാനാവുമോ? ഉടനെ ശശാങ്കിന്റെ മുന്നിൽ പ്ലേറ്റുകളിൽ പലഹാരങ്ങൾ വന്നു. ശശാങ്ക് കണ്ണുകൾ തിരുമ്മി നോക്കി. അപ്പോൾ ശങ്കറും അവിടെ എത്തി. എന്താ ഇത്? ഇത്രയും സാധനങ്ങളോ? നീ എന്താ മോഷ്ടിച്ചോണ്ട് വന്നിരിക്കുകയാണോ? അല്ല ഏട്ടാ, ഞാൻ മോഷ്ടിച്ചതല്ല. ഈ പലഹാരമെല്ലാം പാവക്കുഞ്ഞ് കൊണ്ടുവന്നതാ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതെ ഏട്ടാ, ഇത് സാധാരണ പാവക്കുഞ്ഞല്ല, പകരം മാന്ത്രിക പാവയാണ്. ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ എനിക്ക് ശശാങ്ക് ഏട്ടനോട് നടന്ന സംഭവങ്ങൾ എല്ലാം വിവരിച്ചു. ഞാനിപ്പോൾ പാവയോട് പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ടെന്ന്. കണ്ടില്ലേ എന്തുമാത്രം പലഹാരങ്ങളെ കൊണ്ടുവന്നത്. എനിക്ക് നീ പറയുന്നത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യ്, ഈ ഡോളിനോട് കാശ് ചോദിക്കേ. ശരി ഏട്ടാ. പാവക്കുഞ്ഞ്, എനിക്ക് ധാരാളം പണം വേണം. രണ്ടുപേരുടെയും മുന്നിൽ നോട്ടുകെട്ടുകൾ കുമിഞ്ഞു. രണ്ടുപേരും അത്ഭുതപ്പെട്ടു. ഇത് ശരിക്കും ഒരു മാന്ത്രിക ഡോളാണ്. ഞാൻ ഏട്ടനോട് പറഞ്ഞത് സത്യമല്ലേ? നോട്ടുകൾ ആകാശത്തു നിന്നും വീണു. വയലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കർഷകന്മാരെല്ലാം നോട്ടുകെട്ടുകൾ കണ്ടു. ഏട്ടാ നോട്ട്, ഏട്ടാ നോട്ട് വരുന്നു. കാശിന്റെ കാര്യം വിട്ടേക്ക്, ആ ഡോളിനെടുത്തോ, ഇവിടുന്ന് പോകാം. പെട്ടെന്നാവട്ടെ, ആരെങ്കിലും കണ്ടാൽ എന്താ അവസ്ഥ? ഒന്ന് വേഗാവട്ടെ, പെട്ടെന്ന് പുറപ്പെടാം. ശശാങ്കും ശങ്കറും തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി. വയലിലെ കൂലിക്കാർ നോട്ടുകൾ ശേഖരിച്ചു. എല്ലാ നോട്ടുകളും ശേഖരിച്ചതിനു ശേഷം, അല്ല, ഇത്രയും കാശ് ഇവര് രണ്ടുപേരുടെയും കയ്യിൽ എങ്ങനെയാണ് വന്നത്? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആ ശങ്കറിന്റെ സഹോദരൻ ആ ഡോളിനോട് ആഹാരം ചോദിച്ചു. ഒരുപാട് ആഹാര സാധനങ്ങൾ പ്രത്യക്ഷമായി. പിന്നെ പണം ചോദിച്ചു. എന്തുമാത്രം പണമാ പ്രത്യക്ഷമായത്? അങ്ങനെയാണെങ്കിൽ അതൊരു മാന്ത്രിക ഡോളായിരിക്കണം. അതെ, ആ ഡോളിനെ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് തട്ടിയെടുക്കണം. അതെ അതെ, നമുക്ക് തട്ടിയെടുക്കണം. എന്നാ വരൂ എന്റെ കൂടെ. ശശാങ്കും ശങ്കറും വീട്ടിന്റെ അടുത്തെത്തി. ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് നമ്മുടെ ഡോളിനെ പറ്റി മനസ്സിലായെന്നാ തോന്നുന്നേ. ഇനി നമ്മൾ എന്ത് ചെയ്യും? നീ ആ മരത്തില് ഈ ഡോളിനെ ഒളിപ്പിച്ചു വച്ചേക്ക്. നമുക്ക് പിന്നീട് വന്ന് ഇതെടുക്കാം. ശരിയേട്ടാ. ശശാങ്ക മാന്ത്രിക പാവയെ മരത്തിന്റെ മുകളിൽ വെച്ചു. എന്നിട്ട് ഏട്ടന്റെ കൂടെ വീട്ടിനകത്തേക്ക് ചെന്നു. രണ്ടുപേരും വീട്ടിനുള്ളിലേക്ക് കടന്ന ഉടനെ വയലിൽ ജോലി ചെയ്തിരുന്ന കർഷകർ അവരുടെ വീട്ടിലെത്തി. മാന്ത്രിക പാവയെ ഞങ്ങൾക്ക് തന്നേക്ക്. ഏത് പാവ? നിന്റെ അനിയൻ കൊണ്ടു നടക്കുന്നില്ലേ ആ പാവ?
അവന്റെ കയ്യിൽ അങ്ങനെ ഒരു പാവയില്ലല്ലോ. നിങ്ങൾ വെറുതെ നുണ പറയാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. അവൻ ആ മാന്ത്രിക ബൊമ്മയോട് ആഹാരം ചോദിച്ചപ്പോ ആഹാരം പ്രത്യക്ഷപ്പെട്ടു. പിന്നെ പണം ചോദിച്ചു, അപ്പോ പണവും പ്രത്യക്ഷപ്പെട്ടു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കാനാ? നിങ്ങളൊന്നും സ്വബോധത്തിലല്ല സംസാരിക്കുന്നേ. ബോധത്തിനൊന്നും ഒരു കുറവുമില്ല. മര്യാദയ്ക്ക് പാവ ഞങ്ങൾക്ക് തന്നേക്ക്, അല്ലെങ്കിൽ നിന്റെ അമ്മയെയും അനിയനെയും ജീവനോടെ വെച്ചേക്കില്ല. ഒരു കൂലിക്കാരൻ ശശാങ്കിനെ പിടിച്ചു. ബാക്കി 2 പേർ അവരുടെ അമ്മയെ പിടിച്ചു. നീ ആ മാന്ത്രിക പാവയെ ഞങ്ങൾക്ക് തരുന്നോ, അത് നിന്റെ അനുജന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കണോ? വേണ്ട വേണ്ട, ഞാൻ എല്ലാം പറയാം. ആദ്യം എന്റെ അമ്മയെയും അനുജനെയും വെറുതെ വിട്ടേക്ക്. കൂലിക്കാർ 2 പേരെയും വിട്ടു. അമ്മയും ശശാങ്കും കരഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ ഞാനും എന്റെ അനുജൻ ശശാങ്കും ആ പാവയെ ഒരു മരത്തിൽ ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ വഴിക്ക് വാ, ഞാൻ പോയി ആ പാവയെ എടുത്തോണ്ട് വരാം. ഒരു കൂലിക്കാരൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, പുറത്തേക്ക് വരൂ, എല്ലാവരും പുറത്തേക്ക് വരൂ. എല്ലാവരും പുറത്തു വന്നപ്പോൾ വിസ്മയിച്ചുപോയി. ആ മരത്തിൽ 1000കണക്കിന് പാവകൾ. ഇതെന്താ ഇത്? ഇതിലെ മാന്ത്രിക പാവ ഏതായിരിക്കും? ഞാൻ എങ്ങനെ അറിയാനാ? നീയല്ലേ കണ്ണുകൊണ്ട് കണ്ടേ? അതിനെല്ലാം കണ്ടാൽ ഒരേപോലെയല്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്കെല്ലാ പാവകളെയും എടുത്തു നോക്കാം. നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന മാന്ത്രിക പാവ ഏതാണെന്ന്. കൂലിക്കാർ എല്ലാ പാവക്കുട്ടികളെയും കീഴെ ഇറക്കി. അപ്പോൾ മരത്തിൽ വേറെയും 1000കണക്കിന് പാവക്കുട്ടികൾ വന്നു. എല്ലാ പാവക്കുട്ടികളും അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. രക്ഷിക്കണേ, രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നെ വേണം. പാവക്കുഞ്ഞുങ്ങൾ കൂലിക്കാരെ അടിക്കാൻ ആരംഭിച്ചു. അവർ അങ്ങുമിങ്ങും ഓടി. രക്ഷിക്കണേ, രക്ഷിക്കണേ. കൂലിക്കാരെല്ലാവരും ഓട്ടം തുടങ്ങി. അതിനുശേഷം എല്ലാ പാവക്കുഞ്ഞുങ്ങളും കൂടി ചേർന്ന് ഒരു പാവക്കുഞ്ഞായി. എന്നിട്ട് ശശാങ്കിന്റെ കയ്യിലേക്ക് ചാടി. എന്റെ പ്രിയപ്പെട്ട മാന്ത്രിക പാവയാണിത്. ശശാങ്ക് മാന്ത്രിക പാവയെ ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, മാന്ത്രിക പാവേ, എന്റെ ഈ കുടിലിനെ ഒരു കൊട്ടാരമാക്കി കാണിക്കൂ. എന്നിട്ട് ധാരാളം സമ്പത്ത് നൽകൂ. ശശാങ്ക് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ആ കുടിൽ ഒരു വലിയ ബംഗ്ലാവായി മാറി. എല്ലാവരും സന്തോഷിച്ചു. 3 പേരും അകത്ത് കടന്നപ്പോൾ ചാക്കുകളിൽ സ്വർണവും വെള്ളിയും എല്ലാം ഉണ്ടായിരുന്നു. ഭഗവാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. ഇനി നിന്റെ ഏട്ടന് കൂലിവേല ചെയ്യേണ്ടി വരില്ല. ഐ ലവ് യു മാന്ത്രിക പാവേ.